തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിക്കാത്തതിൽ നിരാശ പരസ്യമാക്കി കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി. പുതിയ അധികാര കേന്ദ്രങ്ങൾ കടന്നു വരുമ്പോൾ പ്രസ്ഥാനത്തിനു വേണ്ടി കഷ്ടപ്പെട്ടവർ കർട്ടന് പിറകിലേക്ക് മാറ്റപ്പെടുമെന്നുള്ളതാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. CK വിജയൻ വിവരങ്ങളുമായിട്ടുണ്ട്. CK, യുവ പ്രാതിനിധ്യം നിറയെയുള്ള ഒരു സഭയാണ്. അതിലേക്ക് പരിഗണിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന പേരായിരുന്നു റിജിലിന്റേത് എന്നതിൽ തർക്കമൊന്നുമില്ല. പോസ്റ്റിൽ എന്താണ് പറയുന്നത്? ഒരു പരിധിവരെ റിജിലിൻ്റെ പേര് വളരെ മുൻപന്തിയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കെ സുധാകരൻ മത്സരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാവുകയും ഒടുവിൽ പിന്മാറുമ്പോൾ കെ സുധാകരൻ നിർദ്ദേശിക്കുന്ന ആൾക്ക് കണ്ണൂരിലെ സീറ്റ് നൽകാം എന്ന ഒരു ധാരണയും അന്ന് ഒടുവിൽ ഉയർന്നിരുന്നു. ആ സമയത്ത് റിജിൽ മാക്കുറ്റിയുടെ പേര് കെ സുധാകരൻ പറയും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ കാര്യങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തകിടം മറിയുകയായിരുന്നു. പിന്നീട് TO മോഹൻ്റെ പേരാണ് ഇവിടെ നിന്നും മണ്ഡലം കമ്മിറ്റിയുടേതായി AICC-യിലേക്ക് പോവുകയും അതിനാണ് അംഗീകാരം കിട്ടുകയും ചെയ്തത്. പക്ഷേ എങ്കിൽ കൂടിയും റിജിൽ മാക്കുറ്റി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പറയുന്നത് പോലെ തനിക്ക് ഇത്രയെങ്കിലും ഭാഗ്യമുണ്ടായി എന്ന കാര്യം പറഞ്ഞ് അദ്ദേഹം കോഴിക്കോട് കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ വിവരവും 20 വർഷത്തിലധികമായി LDF-ൻ്റെ കുത്തകയായിരുന്ന വാർഡ് ഡിവിഷൻ പിടിച്ചെടുക്കുകയും ചെയ്തതിൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന് AK ആൻ്റണിയുടെ വസതി സന്ദർശിച്ചപ്പോൾ ഉണ്ടായ ഒരു സന്ദർഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. എങ്കിൽ കൂടിയും സ്ഥാനാർത്ഥിയാകാൻ കഴിയാത്തതിലുള്ള നിരാശ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെല്ലാം തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതുമാണ്.